ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 200 പോയിൻറ്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനുള്ള സാധ്യതയാണുള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വോളറ്റിലിറ്റി മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയും ഔട്ട് പെർഫോം ചെയ്തു. ഇന്നിപ്പം നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ടെസ്ലയുടെയും ഗൂഗിളിൻ്റെ റിസൾട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നെഗറ്റീവായിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് അത് വളരെ നെഗറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റായിട്ട് ടെസ്ല ഒരു 7% ഡൗൺ ആയിട്ടാണ് US മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ 5% ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നാസ്ഡാക്ക് US മാർക്കറ്റിൽ ഇന്നലെ ഒരു 3%ഓളം ഒരു ക്രാഷായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പം US മാർക്കറ്റിൽ അതിൻ്റെ ഒരു സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മാർക്കറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവ് ടു കൺസോൾട്ടേറ്റഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നിപ്പോൾ ന്യൂസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസിനും ഡോക്ടർ റെഡ്ഡീസിനും പോസിറ്റീവാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവൽ 51,000 ആണ്, റെസിസ്റ്റൻസ് 52,000. ഈ 51,000 വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു കണ്ടിന്യൂസ് ബിയറിഷ് മൂവ്മെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിഫ്റ്റി 24,000 മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്പയറിയിൽ മാക്സിമം ട്രൈ ചെയ്യും. വൺസ് 24,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ബിയറിഷ് റാലി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 24,800 നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവൽ 24,000 ആയിരിക്കും.